വി ഡി സതീശനെ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിക്കുമ്പോൾ പൊതുവെ ഉണ്ടായിരുന്ന ഒരു സംശയം അല്ലെങ്കിൽ പൊതുവെ ഉണ്ടായിരുന്നൊരു വിശ്വാസം രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരില്ല എന്നുള്ളതായിരുന്നു. ഹൈക്കമാൻഡ് അദ്ദേഹത്തോട് മന്ത്രിസഭയിൽ ചേരണം എന്ന് പറയുമ്പോഴും അദ്ദേഹം ചേരും എന്നാരും വിചാരിച്ചില്ല. അദ്ദേഹം മന്ത്രിസഭയിൽ ചേരും എന്ന് വി ഡി സതീശന് കരുതിയില്ല. അതുകൊണ്ട് രമേശ് ജി വരണം, മന്ത്രിസഭയിൽ ചേരണം, ഏത് വകുപ്പ് ചോദിച്ചാലും തരാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും ഇവരാരും വിചാരിച്ചില്ല പുള്ളി മന്ത്രിസഭയിൽ ചേരാൻ തയ്യാറാവും എന്ന്. രമേശ് ചെന്നിത്തലയാണെങ്കിൽ ആ അവസരം കൃത്യമായിട്ട് വിനിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ആഭ്യന്തരവും വിജിലൻസും തരാമെങ്കിൽ ഞാൻ ചേരാം എന്ന് പറഞ്ഞു. അപ്പോൾ സതീശൻ കുടുങ്ങിപ്പോയി. കാരണം ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി തന്നെ ഭരിക്കണം, എന്നാലേ ഈ ഭരണം സുഗമമാവൂ എന്നൊരു തെറ്റിദ്ധാരണ പൊതുവെയുണ്ട്. അത് വെറും തെറ്റാണ്. ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു. ആഭ്യന്തരം ചെറിയ വകുപ്പല്ല, അത് ഭരിക്കാനായിട്ടൊരു മുഴുവൻ സമയം മന്ത്രിയുടെ ആവശ്യമുണ്ട്. ആഭ്യന്തരം ഭരിക്കുന്ന ആൾ തന്നെ വിജിലൻസും ഭരിക്കണം, എന്നാലേ അതിനൊരു ഗുമ്മുണ്ടാവും. ആഭ്യന്തരം ഒരാളും വിജിലൻസ് വേറെ ആളും ഭരിക്കുന്നത് ശരിയായ കാര്യമല്ല, അത് ശരിയായ രീതിയുമല്ല. പട്ടികജാതി വകുപ്പ് ഒരാളും പട്ടികവർഗ വകുപ്പ് വേറെ ആളും ഭരിക്കുന്ന പോലെ അതൊക്കെ ശുദ്ധ തോന്നിവാസമാണ്. ഏതായാലും ആഭ്യന്തരവും വിജിലൻസും ചോദിച്ചു, അത് കൊടുക്കേണ്ടതായിട്ട് വന്നു, കൊടുത്തു. അങ്ങനെ രമേശ് ചെന്നിത്തല കേരളത്തിൽ ആഭ്യന്തരത്തിൻ്റെയും വിജിലൻസിൻ്റെയും ചുമതലക്കാരനായിട്ട് മാറിയിരിക്കുകയാണ്.